ജാസ്തിക്ക ജോലിയുടെ ഭാഗമായിട്ട് ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും കൊണ്ടുവന്ന ഐറ്റംസ് ആണ് കേട്ടോ. സംഭവമൊക്കെ നടന്നിട്ട് ഇപ്പോൾ 1 month ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ബാക്കിലോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇതിലുള്ള ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തുന്നവരെ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇതൊന്ന് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ ടൈപ്പ് ജെല്ലിമിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നാലും ഈ UK അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ. ചിലതൊക്കെ അടിപൊളിയായിരുന്നു, ചിലതൊന്നും അത്ര പറയാനില്ലേ. കൊണ്ടുവന്ന കുക്കീസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണിലേക്ക് മേടിച്ചതാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇത് നിങ്ങളാരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടാ. അടിപൊളിയാണ് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് മേടിച്ചത്. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി. ഇന്നെന്തായാലും അനീനായും ജാസ്തിക്കായും രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. UK നിന്ന് വന്ന ആളിനെ കാര്യമായിട്ടങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. നല്ല മീനാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അവരുടെ വീട്ടിലെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. നല്ല മീൻകറി വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാളാഞ്ചിയും പൂമീനും കക്കയിറച്ചിയും ഒക്കെ മേടിച്ചിട്ട്, കക്കയിറച്ചി അല്ല കേട്ടോ, കല്ലുമ്മക്കായാണേ. പൊതുവെ നമുക്കിവിടെ കിട്ടാത്ത സാധനമാണ് ഈ കല്ലുമ്മക്കായ. വൃത്തിയാക്കാൻ കുറച്ചങ്ങ് പാടുപെട്ടു, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ സീസൺ ആയതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇതിനു വേണ്ടി കല്ലുമ്മക്കായ വരുന്നത്. ഒരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആണെന്ന് ഒരുപാട് എല്ലായിടത്തും പിടിക്കുന്നുണ്ടെന്നും കേട്ടു. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളങ്ങനെ കല്ലുമ്മക്കായ മേടിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തേ ഇല്ല, പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. ഞാനൊരു പയ്യോളി രീതിയിലാണ് ഇത് കറി വെച്ചിട്ടുള്ളത്. ഫ്രൈ ചെയ്തിട്ട് അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ചെയ്യുന്ന പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, പിന്നെ കല്ലുമ്മക്കായ ഫ്രൈ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം മീൻകറിയാണ് കേട്ടോ വെച്ചത്, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കാളാഞ്ചിക്കറി. ഉണ്ടായ ഉടനെ തന്നെ ഞാനൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. ഇഡ്ഡലിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഈ ഒരു കല്ലുമ്മക്കായ എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ അരച്ച് ചേർത്തിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. നല്ല പോലെ അങ്ങ് അത്യാവശ്യം ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്തത് മാറ്റിയതിലേക്ക് നമ്മൾ ആ എണ്ണ കുറച്ച് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കൂടെ കല്ലുമ്മക്കായയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. അവരെത്തിയ കൂടെ തന്നെ നാത്തൂനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കൂർക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ വെജിറ്റബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പയറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, പയറും വാഴക്കയും കൂടെ. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കറികൾ ഉണ്ടായിരുന്നത്. രാത്രിത്തേക്കാണ് കേട്ടോ. പൊതുവേ രാത്രിത്തേക്ക് അങ്ങനെ ചോറും കറി ആക്കാറില്ല, പക്ഷേ ജാസ്തിക്കാൻ്റെ ആ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു രാത്രിയത്തെ ഈ ഒരു ചോറും കറികളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ.